കളിയിൽ അല്പം കാര്യം ആ തമ്പായിട്ട് ഇന്നലെ പറഞ്ഞാന്ന് പേരെടുക്കാൻ വരാ ആ പെണ്ണിങ്ങനെ ആടി വീടിയെല്ലാം വന്നിട്ട് എടുക്കട്ടിയായിരുന്നു. ആരും ഇല്ല പേരെടുക്കാൻ ഇവിടെ. പത്രം വായിച്ചിട്ട് എത്ര കാലായി. എനക്ക് എടുക്കണമെന്നുണ്ട്. ചക്കന് ഉറക്കം വന്നിട്ട് വയ്യ. എത്ര സമയം ഞാൻ എടുത്തിരിക്കുന്നത്. ചക്കന് ഉറക്കാൻ പുരിയോൻ വിടണ്ടേ? പുരിയോൻ ഇപ്പൊ പോയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു ചക്കന് ഇപ്പൊ ഉറക്കാം നോക്കിയ മനെ ചെക്കന് ആ 5 കൊടുത്തിട്ട് ചെക്കൻ നിൽക്കുന്നില്ല. ചെക്കന് എന്ന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തു. ആളെ കൂട്ടത്തെ കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം അങ്ങനെ എടുത്ത് പുറത്തിടാൻ പറ്റുവാ? ഇപ്പഴത്തെ ചെറുപ്പക്കാർക്ക് ആവേശം കൂടുതലല്ലേ. എല്ലാം തന്നെ ഒന്ന് വലുത് ഒന്ന് ചെറുതാണ്. എന്റെ മോനാണ് നിന്നെ ഭർത്താവും 2 കുട്ടികളുമുള്ള അമ്മ തന്നെക്കാൾ 16 വയസ്സ് പ്രായം കുറഞ്ഞ കാമുകന്റെ കൂടെ ഒളിച്ചോടി. നീ കേട്ട നീ ഓതിക്കോണ്ടിക്കലണേ ശാന്ത ഞാനീ പത്രം വയ്ക്കുന്നുണ്ട. ഞാനടുത്ത വായിക്കോട്ട. നീ കേട്ടിട്ടാ ഒരു കാര്യമൊന്നുമില്ല. നീ കുഞ്ഞിനെ കളിപ്പിച്ചിട്ട് നടക്കണ നീ മറ്റേ രാവട്ടനല്ല അത്ര അവലാക്കിയ ആഘോഷ കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റി ഈ പൂർണ്ണാവസരത്തിൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ഈ ഭാരതയുടെ ഇപ്പോൾ നടന്നു വരുന്ന കലശാട്ട് അതുപോലെ ഈ അച്ഛയുടെ മുഴുവൻ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ആ ശക്തി നമ്മളെല്ലാവരും ഈ ക്ഷേത്രത്തിൻ്റെ കുറേ സമുദായങ്ങളുടെ ഒരു കെട്ടുറപ്പാണ്. ആ കെട്ടുറപ്പ് ഈ ദേവിയാണ് നമ്മുടെ ശക്തി. ആ ശക്തി നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശക്തിയെ മറന്നുകൊണ്ട് ആരും ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. കാരണം നമ്മളുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഏത് ഉപക്ഷേത്രമായാലും നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ ക്ഷേത്രത്തിന് വേണ്ടി മാത്രം വലിയ കൊമ്പ് ആക്കുന്നതിനനുസരിച്ച് നമ്മൾ ധൈര്യത്തച്ച് ഈ പ്രദേശത്തിൻ്റെ ഒരു ശക്തിയാണ്. ആ ശക്തി മനസ്സിലാക്കിയും നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചെറുപ്പക്കാർ, നമ്മുടെ സൗമേശ്വരി ക്ഷേത്ര ചാര്യ സമുദായത്തിൻ്റെ ചെറുപ്പക്കാർ ഇന്ന് ഈ പൊറാട്ട് അവതരിപ്പിക്കുന്ന എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ക്ഷമിക്കണം. നമ്മൾ പൊറാട്ട് രൂപം നല്ല രീതിയിൽ മനസ്സിലാക്കി അത് ഞാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത്രമാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അല്ലാണ്ട് രമണി നിന്നോട് ഇങ്ങനെ രാഘവട്ടം പറഞ്ഞത് ഇച്ച പണി നോക്കി രാഘവട്ടം ടെവിയിൽ വിശ്വസിച്ചിട്ടുണ്ടായത് അതിന് ഏറെ രാവിലെ പറഞ്ഞ ഉച്ചക്ക് വരെ പോകാം. എന്നാലേ അല്ല യജമാനം പറയും നിങ്ങളോട് കയറുന്ന സമയത്ത് യജമാനം മാത്രം കയറിയാൽ ഈ ഇപ്പോഴോട് രാവിലെ ഒരു രാവട്ടം വന്നു. രാവിലെ കയറണം. അതിന് ഇപ്പോഴല്ലോണ്ട് മീനാക്ഷി നീ രാവിലെ വരുവാ കയറാൻ ഓളെ വിളിച്ചു. ഞാൻ രാവിലെ ഉച്ചയ്ക്ക് മണിക്ക് പോയി തളഞ്ഞിട്ടായിരുന്നു. ഇറക്കിപ്പോ കയറാനാവില്ല. അവിടെ വന്ന് രാവിലെ കയറണം. അല്ല നാരായണി ഈ രാവിലെ നമ്മളോട് അതിമുതല് മുടി വരുന്ന സാധനം എല്ലപ്പോ ഞാൻ പറഞ്ഞതല്ല. ഈ ഫസ്റ്റ് നമുക്ക് കയറാന്നല്ല പറഞ്ഞത്. ഈ ഫസ്റ്റ് കയറുമ്പം ഇതെല്ലാം കൊണ്ട് കയറാൻ കഴിയാം. അതിനെ മനസ്സിലാക്ക്.
അല്ല ഫസ്റ്റ് കയറുമ്പോ നമ്മ അങ്ങനെ ഫസ്റ്റ് കയറുമ്പോ ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ കയറല് ഇതെല്ലാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ മെല്ലെ കേറിയാ മതി. വീക്ക്നെസ് അല്ല ചന്ദ്രി വന്നാലേ അതിന്റെ കാര്യം അങ്ങനെയുള്ള നാരായണി കുടുംബശ്രീക്കാരുടെ സെക്രട്ടറി കുടുംബശ്രീക്കാർ ഏതെങ്കിലും ഒരു കട്ടി കട്ട അപ്പോൾ തുടർന്ന് പുരുഷ സഹകരണം വന്നിട്ട് അപ്പോൾ ഇപ്പോഴും കട്ടിയാണ് എങ്ങനെ ആക്കേണ്ടത് ഇതാ നമ്മൾ വളരെ കട്ട അപ്പോൾ വന്നില്ല ആ ഒരു കൈ കൊടുക്കുന്ന പ്രയോഗമാണ് രണ്ടെണ്ണ ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഒരേ കടല് ഈ കടലിൽ വൈദ്യുതി പോകുമ്പോൾ പറയും പിന്നെ നിന്റെ പള്ളിയിൽ കണ്ടിട്ട് നമ്മൾ ഭയങ്കര കാണാൻ തന്ത്രി വെള്ളമില്ല മുന്നോട്ട് ഒരു നാട്ടിൽ മുളച്ചു പോകുന്നുണ്ട് അതിന്റെ അവർ നട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴല്ല ഇവര് ഉച്ചയ്ക്ക് ചേർന്ന് വരും അതാ അതിങ്ങനെ കൈകൊടുത്ത് എന്റെ വള്ളത്തിൽ കായ് വന്നേ എന്റെ വള്ളത്തിലാക്കണ്ട അവര് ഇവിടെ പണിയെടുക്കുന്നവർക്ക് ഉഷാറുവാണെങ്കിൽ ഈ സാമാനം കൊണ്ടുവന്നോ പണിയെടുക്കുന്നവർക്ക് അത് ഞാൻ പറയാം എല്ലാ സാമാനും ഞാനില്ല ഞാൻ ഈ സാധനം കൊണ്ടുവന്നിട്ടാണോ നമ്മൾ കേരളം പഠിച്ചിരുന്നു നല്ല വെള്ളം നല്ല കായും അതിനകത്ത് കോലുണ്ടോ നല്ല കോലുണ്ടോ അപ്പൊ ഇത് മാത്രം പോരല്ലപ്പാ ഇവരെല്ലാം നമ്പൂരി സത്യല്ലേ അവരെ വിടുവിട ആക്കിയിട്ട് പോയി നമുക്ക് രാത്രി ഉറങ്ങണ്ടപ്പാ ഒരു 8 വർഷത്തിൽ കിടക്കട്ടില്ലേ ഒരു രണ്ട് ഈ ചെറുതാനും കുറിച്ചു ഇത് കുടിച്ചിട്ട് അവർ മണങ്ങി അവർക്ക് രാവിലെ ഒന്നും അറിയില്ല അവർക്ക് സുഖം വന്നാല് നമ്മളെ ഭക്ഷണത്തിലാണ് അവർ കുറെ 8 ദിവസം ഉറപ്പില്ലേ അതിന്റെ തലമുറ കായി ഒന്നും വേണ്ട നല്ലൊരു സാധനം അത് 2 മണിക്കൂർ അല്ല അങ്ങനെ പൊന്തിയിൽ കാരണം പറഞ്ഞാല് ഇവിടെ പൊന്തിയാല് പൊട്ടാൻ ഒരുപാട് ആളുണ്ട് അങ്ങനെ പൊന്തിക്കൂടാ സ്ഥിരമായിട്ട് എല്ലാവരും എന്നോട് ഇടാൻ പറഞ്ഞില്ലേ ഈ നാട്ടില് പുറത്തു നാട്ടിലും ആരും ഇത് ഇടാൻ തയ്യാറല്ല ഈ വിത്തിടാൻ തയ്യാറല്ല അപ്പൊ എല്ലാവരും എന്നോട് പറയും ആളാണ് ഉയർന്നു തിരക്കും തിരികെ വയ്യാത്ത അവസ്ഥയെ അപ്പൊ ഈ വിവിധ തരം വിത്തുണ്ട് ഐഷാദിനോട്ട് വിത്തുണ്ട് അത് മലപ്പുറം ഇപ്പൊ ഈ പണ്ട നാട്ടിലും യുവാക്കളുടെ കാര്യമായിട്ട് പ്രസംഗിക്കുന്ന വിത്താണ് ഇത് പറഞ്ഞാല് ഇട്ട് കഴിഞ്ഞാൽ 100 രൂപയാണ് ഇത് ചെറുപ്പക്കാർക്കൂട വൈദ്യന്മാർക്കൂട ആർക്കൂട ഇട്ട് കഴിഞ്ഞാൽ പോകില്ലേ അതാണ് ഈ സാധനം ഈ തരം വിട്ട് വന്നത് അപ്പൊ ഇത് അതുപോലെ തന്നെ പിന്നെ ഐശ്വര്യ വിട്ട് അതിന്റെ മുൻഭാഗത്ത് സ്വർണ്ണത്തിന്റെ കഥ ഈ സ്വർണ്ണത്തിന്റെ കഥ കാണാനൊന്നുമില്ല ആർക്കും കൈ പിടിക്കാൻ തോന്നും അത്തരം ഒരു വിട്ടാണ് ഇങ്ങനെയുള്ള പലതരം വിത്തുകൾ ഈ ഇത് പറഞ്ഞാല് നമ്മുടെ ഈ മടിവയല് ഈ പ്രദേശങ്ങളിലെല്ലാം പിന്നെ ഇറക്കി വരുന്ന ഒരു തരം വിത്താണ് ഈ വിത്ത് പിന്നെ അതുപോലെ തന്നെ ഈ മടിവയലിറക്കി വരുന്ന വിത്ത് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇടാൻ കഴിയും പിന്നെ രണ്ടാമത് ഇടുമ്പോ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ അവര് ഒരു കഴിഞ്ഞിട്ട് അട്ടില്ല അപ്പൊ ഇത് ഉണങ്ങിയിട്ട് ക്ലിയർ ആവും അപ്പൊ അതുപോലെ